Hi dears, welcome to Achus design. ഇന്ന് നമ്മൾ ഒരു ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിലെ പേൾസ്, അതുപോലെ തന്നെ ചെറിയ ഒരു സിൽവർ കളറിലെ കട്ട് ബീഡ്സ്. തീരെ സ്മോൾ സൈസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൈസിലുള്ള കട്ട് ബീഡ്സ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ബീഡ്സ് വേണം. പിന്നെ നമ്മുടെ ഒരു മെറ്റീരിയലിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷുഗർ ബീഡ്സും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബീഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിനൊരു വ്യത്യാസമുണ്ട്, കാരണം നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് യു ഷേപ്പിൽ വരുമ്പോൾ ആ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു ലൈനിലായിട്ട് അങ്ങനെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. കാരണം കറക്റ്റ് യു ഷേപ്പിലേക്ക് വരുന്നില്ല, അതിന് പകരം നമുക്ക് ആ ഒരു യു ഷേപ്പിൽ വരച്ച് വന്നിട്ട് മുകളിൽ ഒരു ലൈൻ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു മോഡലിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ ഒരു ലൈൻ വരച്ചേക്കണം കണ്ടോ. ആ ഒരു ലൈനും അതിൻ്റെ തൊട്ട് താഴത്തെ ഒരു ലൈനും തമ്മിൽ ഒരു 3 or 4 ഇഞ്ച് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് അതിനകത്ത് വളരെ തിന്നായിട്ടാണ് നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. താഴെയുള്ള ഭാഗത്ത് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മെറ്റീരിയലിലേക്ക് ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഇൻഡു ഇട്ടിരിക്കുന്ന ഭാഗം നമുക്ക് അവിടെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത പോലെ ബീഡ്സുകൾ മതി. താഴത്തെ ഭാഗം നമ്മളുടെ ആ ഒരു പാറ്റേണിൽ കണ്ട പോലെ തിക്കായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് വേണം, കാരണം മുകളിൽ നമുക്ക് വളരെ തിന്നായിട്ട് ചെയ്ത് കൊടുക്കണം, താഴെ നമുക്ക് കുറച്ച് തിക്കായിട്ടും ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം നമുക്കിവിടെ തിക്കായിട്ടാണല്ലോ വേണ്ടത്. അപ്പോൾ ആ വലിയ ഫ്ലവേഴ്സ് വരാനായിട്ട് കുറച്ച് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കട്ടെ. ശേഷം നമുക്കൊരു വൈറ്റ് പേൾ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ നീഡിൽ തന്നെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2-3 ടൈംസ് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട്, പിന്നെ അതിന് ശേഷം അതിന് ചുറ്റിനുമാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ് വേണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചെറിയ കട്ട് ബീഡ്സ് ഞാൻ കാണിച്ചല്ലോ, ഒരു സിൽവർ ഷേപ്പിലെ കളറിലെ. അപ്പോൾ ആ ഒരു കട്ട് ബീഡ്സ്, അപ്പോൾ ഇതൊരു 3 ബീഡ്സ് എടുക്കുക. ഒരു 3 ബീഡ് എടുത്തു. ശേഷം നമുക്ക് ആദ്യം കാണിച്ച് നമ്മുടെ ആ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഷുഗർ ബീഡ്, ആ ഒരു ബീഡും കൂടെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ലെവൽ ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് 4 സൈഡിലേക്ക് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് തന്നെ ചെയ്യണം, കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബീഡ്സ് കൂടി പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ആ 4 സൈഡിലേക്ക് വേണം ഈ ഒരു ബീഡ്സ് വർക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ 4 സൈഡിലേക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് ചുറ്റിനും ഗ്യാപ്പുള്ള ഭാഗത്തേക്ക് ബാക്കിയുള്ള ബീഡ്സുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാവുന്നൊരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് കേട്ടോ അത്. ഇതിൻ്റെ സ്ലീവ് ഡിസൈനും സ്ലീവിനും നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ കൊടുക്കാം. സ്ലീവിന് നമുക്ക് 3/4 സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് എഡ്ജ് ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു 2-3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സെയിം ഡിസൈൻസ് സ്പ്രെഡ് ചെയ്ത പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ തിക്കായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡിസൈൻ നമുക്ക് 1-2 സ്റ്റിച്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ, ബീഡ്സിൻ്റെ സ്റ്റിച്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് നമുക്ക് കുറച്ച് വലുപ്പത്തിൽ തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബീഡും ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ
മിക്കവർക്കും സംശയമുണ്ട്. കാരണം നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഒന്ന് വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു വർക്ക് തൂങ്ങിപ്പോവും, നൂലൊക്കെ ഒന്ന് പൊങ്ങി വരും, അല്ലെങ്കിൽ നൂലിങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ബീഡ്സൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ പോലെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ ലോക്ക് ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഞാൻ തൊട്ടടുത്തായിട്ടൊരു ബീഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ റൗണ്ട് ബീഡ്സ് പോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. നമ്മളിങ്ങനെ റൗണ്ട്സ് വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് കാണുന്ന ഒരു ബീഡില്ലേ അതിലേക്കൊന്ന് ഫിക്സ് ചെയ്തിങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കിങ്ങനെ കിട്ടിയിട്ട് ഒന്ന് ആ ബീഡ്സിനകത്തേക്ക് ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ ഓരോ ബീഡ്സുകൾ ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യണം. ജസ്റ്റ് നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ 2-3 ടൈംസ് ഒന്ന് മെറ്റീരിയലിലേക്ക് തന്നെ ഒന്ന് നൂലൊന്ന് ഓടിച്ചോടിച്ച് കൊണ്ടുപോകണം. അതിനുശേഷം വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഫൈനൽ ഔട്ടിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.